നാണ്യവിള മേഖലയിൽ വലിയൊരു മാറ്റത്തിന് വഴിവെച്ച റംബൂട്ടാൻ കൃഷി ഇന്ന് കർഷകരുടെ കണ്ണീരായി മാറുകയാണ്. മികച്ച ലാഭം തന്നിരുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി ഭാവിയിലെ മികച്ച വരുമാനം പ്രതീക്ഷിച്ച് റംബൂട്ടാനിലേക്ക് തിരിഞ്ഞ കർഷകർക്കാണ് കടുത്ത നിരാശയുണ്ടായത്. വിളവെടുപ്പ് സീസൺ അതിന്റെ സജീവ ഘട്ടത്തിലെത്തിയിട്ടും വിപണിയിലുണ്ടായ കുത്തനെയുള്ള വിലയിടിവാണ് കർഷകരെയും വ്യാപാരികളെയും ഒരുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയത്. പഴങ്ങൾ വാങ്ങാൻ വലിയ വ്യാപാരികൾ മടിക്കുന്നതോടെ തോട്ടങ്ങളിലെ മരങ്ങളിൽ മുഴുവൻ പഴങ്ങൾ പഴുത്തുപാകമായി നിൽക്കുകയാണ്. പലയിടങ്ങളിലും വിളവെടുത്ത പഴങ്ങൾ വാങ്ങാൻ ആളില്ലാതെ അവ മരങ്ങളിൽ തന്നെ കിടന്ന് നശിക്കുന്ന അവസ്ഥയുമുണ്ട്. വിളവെടുപ്പ് സീസണായ ജൂൺ ജൂലൈ മാസങ്ങളിൽ വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഒരു കാലത്ത് വിപണിയിൽ കിലോഗ്രാമിന് 350 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ സീസൺ ആരംഭിച്ചതോടെ വില 150 രൂപയായി താഴ്ന്നു. റോഡരികിലെ താൽക്കാലിക വിൽപ്പനശാലകളിൽ പോലും പരമാവധി 160 രൂപ മാത്രമാണ് നിലവിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. എന്നാൽ ഈ തുകയുടെ പകുതി പോലും തോട്ടങ്ങളിൽ നേരിട്ടെത്തുന്ന കർഷകരുടെ കൈകളിൽ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടനിലക്കാരും വ്യാപാരികളും കർഷകരിൽ നിന്ന് പഴം ശേഖരിക്കുമ്പോൾ കിലോയ്ക്ക് 100 രൂപ പോലും തികച്ചു നൽകുന്നില്ല. റംബൂട്ടാന്റെ പരിചരണവും വളപ്രയോഗവും വിളവെടുപ്പ് കൂലിയും കണക്കിലെടുക്കുമ്പോൾ കിലോയ്ക്ക് കുറഞ്ഞത് 180 രൂപയെങ്കിലും ലഭിച്ചാലേ കർഷകർക്ക് നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാനാവൂ. നിലവിലെ സാഹചര്യത്തിൽ വലിയ കടബാധ്യതയിലേക്കാണ് കർഷകർ നീങ്ങുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും മലബാർ മേഖലയിലും റംബൂട്ടാൻ കൃഷി ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരുന്നു. റബ്ബറിന് തുടർച്ചയായി വിലയിടിഞ്ഞപ്പോൾ കർഷകർക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാന ബദൽ മാർഗമായിരുന്നു ഈ വിദേശപ്പഴം. കൃഷി വിസ്തൃതി വലിയ തോതിൽ വർദ്ധിച്ചതോടെ വിപണിയിലേക്ക് എത്തുന്ന പഴത്തിന്റെ അളവും ഗണ്യമായി കൂടി. ആവശ്യക്കാരെക്കാൾ കൂടുതൽ ഉൽപാദനമുണ്ടായതാണ് വിപണിയിലെ പെട്ടെന്നുള്ള വിലയിടിവിന് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിലയിടിവിന് പുറമെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ബോധപൂർവമായ വ്യാജ പ്രചാരണങ്ങളാണ് റംബൂട്ടാൻ വിപണിയുടെ നട്ടെല്ലൊടിക്കുന്നത്. മലബാർ മേഖലയിലാണ് ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ വിൽപ്പനയെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. മുൻപ് കേരളത്തിൽ നിപ വൈറസ് പടർന്നു പിടിച്ച സമയത്ത് വവ്വാലുകൾ കടിക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ കഴിച്ചതാണ് രോഗകാരണമെന്ന രീതിയിൽ വലിയ വ്യാജ പ്രചാരണങ്ങൾ നടന്നിരുന്നു. പിന്നീട് ആരോഗ്യ വകുപ്പും കൃഷി വകുപ്പും നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ റംബൂട്ടാൻ പഴത്തിന് നിപ വൈറസ് വ്യാപനവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാവുകയും ജനങ്ങളുടെ ആശങ്ക മാറുകയും ചെയ്തതാണ്. എന്നാൽ നിലവിലെ വിളവെടുപ്പ് സീസൺ ലക്ഷ്യമിട്ട് വീണ്ടും പഴയ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണെന്ന് കച്ചവടക്കാർ ആരോപിക്കുന്നുണ്ട്. ഇത് പഴത്തിന്റെ വിപണിയിലെ ആവശ്യകതയെ സാരമായി ബാധിച്ചു. വലിയ മൊത്ത വ്യാപാരികൾ തോട്ടങ്ങളിൽ നിന്ന് പഴങ്ങൾ മൊത്തമായി എടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചെറുകിട കർഷകർ സ്വന്തം നിലയിൽ അതിജീവനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തോട്ടങ്ങളിൽ നിന്ന് വിളവെടുക്കുന്ന പഴങ്ങൾ കർഷകർ നേരിട്ട് കൊട്ടകളിലാക്കി റോഡരികുകളിൽ എത്തിച്ചാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. വലിയ ലാഭമില്ലെങ്കിലും മരങ്ങളിൽ കിടന്ന് പഴങ്ങൾ ചീഞ്ഞു പോകുന്നത് ഒഴിവാക്കാനും നാമമാത്രമായ വരുമാനമെങ്കിലും ഉറപ്പാക്കാനുമാണ് കർഷകർ ഈ വഴി തെരഞ്ഞെടുക്കുന്നത്. സർക്കാരോ കൃഷി വകുപ്പോ ഇടപെട്ട് റംബൂട്ടാൻ പഴങ്ങൾ സംഭരിക്കാനോ ജാം, സിറപ്പ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനോ തയ്യാറാക്കാത്ത പക്ഷം ഇനിയുള്ള വർഷങ്ങളിൽ കർഷകർ ഈ കൃഷിയും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് കാർഷിക മേഖലയിൽ നിന്നും ഉയരുന്നത്.